നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് പോകാനുള്ളവരുടെ വൻ തിരക്കാണ് ഇപ്പോൾ ദുബായ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത്. സ്കൂളുകളിൽ വേനൽ അവധിക്കൊപ്പം 6 ദിവസത്തെ ബലിപെരുന്നാൾ അവധി കൂടി വന്നതോടെയാണ് ദുബായ് വിമാനത്താവളത്തിൽ വലിയ ജനത്തിരക്ക് ഉണ്ടായിരിക്കുന്നത്. ജൂൺ 20 മുതൽ ജൂലൈ 3-ാം തീയതി വരെയുള്ള സമയത്ത് ഏതാണ്ട് 35 ലക്ഷത്തിലധികം യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതായത് പ്രതിദിനം ശരാശരി 2.52 ലക്ഷത്തിലധികം ആളുകളായിരിക്കും ഈ വിമാനത്താവളം ഉപയോഗിക്കുക. ജൂൺ 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും അധികം തിരക്ക് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്നുകൂടി ഏറ്റവും അധികം തിരക്ക് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നാളെ മുതൽ തിരക്ക് കുറവാണെന്നല്ല ഇതിനർത്ഥം. തിരക്കേറുന്നതിനനുസരിച്ച് പ്രത്യേക സംവിധാനങ്ങളും വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് യാത്ര ചെയ്യുന്നവർക്കായി പ്രത്യേക അറിയിപ്പും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വിമാനത്താവള അധികൃതർ പുറത്തിറക്കിയിരുന്നു. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് വന്നതിനാലാണ് പലർക്കും കൃത്യസമയത്ത് വിമാനത്തിൽ കയറാൻ സാധിച്ചത്. നേരിട്ട് ചെക്ക് ഇൻ ചെയ്യേണ്ടവർ 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തണം. തിരക്ക് പരിഗണിച്ച് 4 മണിക്കൂർ മുൻപ് ചെക്ക് ഇൻ സംവിധാനം പ്രവർത്തനം തുടങ്ങും. ഫ്ലൈ ദുബായ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് കുറഞ്ഞത് 4 മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തണം. മറ്റ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്ന സമയത്തിന് 3 മണിക്കൂർ മുൻപാണ് എത്തേണ്ടത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്താനാണ് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമയം ലാഭിക്കാൻ ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനങ്ങൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാം. എമിറേറ്റ്സ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഹോം ചെക്ക് ഇൻ, എയർലി ചെക്ക് ഇൻ, സെൽഫ് സർവീസ് ചെക്ക് ഇൻ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ദുബായിലും അജ്മാനിലും എമിറേറ്റ്സിന് സിറ്റി ചെക്ക് ഇൻ സംവിധാനവും ഉണ്ട്. ഇതും യാത്രക്കാർക്ക് ഈ സമയങ്ങളിൽ പ്രയോജനപ്പെടുത്താം. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക് 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് പാസ്പോർട്ട് കൺട്രോൾ നടപടികൾ എളുപ്പത്തിലാക്കാൻ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം. യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഏറ്റവും പുതിയ പ്രവേശന നിബന്ധനകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യമായ രേഖകൾ കരുതുകയും വേണം. ലഗേജുകൾ നേരത്തെ ഭാരം നോക്കിയും രേഖകൾ ക്രമപ്രകാരം തയ്യാറാക്കി വെച്ചും സുരക്ഷാ പരിശോധനയ്ക്ക് നേരത്തെ തയ്യാറായും വിമാനത്താവളത്തിലെ സമ്മർദ്ദം കുറയ്ക്കാം. സ്പെയർ ബാറ്ററികളും പവർ ബാങ്കുകളും സുരക്ഷാ പ്രശ്നമുള്ള സാധനങ്ങളായി കണക്കാക്കുന്നതിനാൽ ചെക്ക് ഇൻ ബാഗേജിൽ ഇതൊന്നും അനുവദിക്കില്ല. അത്തരം സാധനങ്ങൾ ശരിയായ രീതിയിൽ പാക്ക് ചെയ്ത് ഹാൻഡ് ബാഗേജിൽ വെക്കുക. അതുപോലെ പലരും മെട്രോകളിൽ കയറിയാണ് ടെർമിനലുകളിൽ എത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് ഇരട്ടിയാകും. കഴിയുന്നതും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യണം. സിറ്റി ചെക്ക് ഇൻ സർവീസും ഉപയോഗപ്പെടുത്തുക. താമസ വിസയുള്ളവർക്ക് സ്മാർട്ട് ഗേറ്റ് വഴി സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാം. കണ്ണ് സ്കാൻ ചെയ്ത് നേരെ ഉള്ളിലേക്ക് കടക്കാം. സ്മാർട്ട് ഗേറ്റിൽ തടസ്സം നേരിടുന്നവർ മാത്രം ഉദ്യോഗസ്ഥരുടെ അടുത്ത് എത്തിയാൽ മതി. അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ ടെർമിനലിൽ എത്തി ആളെ ഇറക്കുന്നത് വിലക്കിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ പാർക്കിങ്ങിൽ നിർത്തി വേണം യാത്രക്കാരെ ഇറക്കാൻ. ടെർമിനലിന് മുന്നിൽ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുന്നവർക്ക് പിഴ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് വിമാനത്താവള അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ യാത്രക്കാർ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.